ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? ഇത് നമ്മൾ വാൾപ്പാറ പോയ വീഡിയോൻ്റെ ബാക്കി ഇടാൻ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ബാക്കിയുള്ളതിനൊന്നിനും പറ്റില്ല. അപ്പോഴേക്കും ഓരോ പ്രൊമോഷൻ വർക്കും ഒക്കെ ആയിട്ട് അതങ്ങനെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് വാൾപ്പാറ ടു വ്ളോഗാണ്. നമ്മളത് ഹോട്ടലിൽ വെച്ച് നിർത്തിയതാണ്. അപ്പം അതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നോക്കുമ്പോൾ നല്ല മഞ്ഞ് വീണു, മഴ പെയ്യണു. എന്താ ഒന്നല്ല, നമ്മളെ മലയാളീസിൻ്റെ ഹോട്ടലാണ്. നല്ല ഫുഡാണ്, ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. വാൾപ്പാറ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ അൽമാസിൽ വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാം. നല്ല ഫുഡാണ്, മലയാളീസിൻ്റെ ഫുഡാണ് കേട്ടോ. അടിപൊളി ഫുഡ്. ബിരിയാണി ആണെങ്കിലും അതെ, ബിരിയാണി ചുവന്ന ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഫുഡ് അടിപൊളി, വൈറ്റ് റൈസൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാനും മമ്മിയും വൈറ്റ് റൈസ് കഴിച്ചു, അൻസിലും അസിമോളും ബിരിയാണി. ഇവിടെ രണ്ടും കൂടി നിന്ന് കളിയാക്കി ചിരിക്കൾ നോക്കുക ഗൈസ്. നിങ്ങളിപ്പോൾ മഞ്ഞ് നോക്ക്, സമയം 3 മണിയായിട്ടുള്ളു. കോട, നല്ല കോടുണ്ട് ഉണ്ടോ നമ്മളെ കട മുതലാളി. 3 മണിയായിട്ടുള്ള കോടയോട് കോട, ഒന്നും കാണുന്നില്ല. റോഡ് എന്തോ കുറച്ച് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്, വേറെ ഒന്നും അറിയുന്നില്ല. കോടമഞ്ഞ് ഗൈസ്, ഫുള്ള് കോടമഞ്ഞ്. കോട ഇറങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ മഴ പെയ്തു, പിന്നെ മഞ്ഞ് വന്നു. എല്ലാ എന്താ പറയുക, കിട്ടില്ല പറയാ. പുറകിൽ മഞ്ഞ് കാണുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ? കോട ഇറങ്ങി 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 ഒന്നും കാണില്ല. എന്താ റോഡ് മാത്രം വ്യക്തമാണ്, പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടോ. പോകും തോറും നമ്മൾ കോട കാരണം വണ്ടി പോവോ എന്തോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഗൈസ്, നമ്മൾ വാട്ടർഫോൾസ് ഒന്നും കാണാൻ പോയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോടച്ച എന്താ നമുക്ക് വണ്ടി ഓടിക്കാൻ കൂടി പറ്റുന്നില്ല. മമ്മിക്ക് ഭയങ്കര പേടി പോകണ്ടറിഞ്ഞു, കാരണം അത്രയും കോടയാണ്. പിന്നെ വണ്ടികൾ വരുന്നത് അറിയുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അതിലെടുക്കാൻ മാത്രം ഒന്നുമില്ല, ഫുൾ മഞ്ഞാണ്. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ എടുക്കും? അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴത്തേക്ക് എത്തി ഗൈസ്. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് പിന്നെ ചെറിയ കുട്ടികളെക്കാളും ഐസ് അപ്പോൾ വെള്ളം പറഞ്ഞ മമ്മി എന്തൊക്കെ കഴിച്ചില്ല. കാരണം മഞ്ഞും സൗണ്ട് പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. പിന്നെ വാൾപ്പാറ ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണില്ല. പുറകു വശത്ത് എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയോ. എന്താ പറയുക, ലൈഫ് എൻജോയ് കിട്ടുന്ന സമയങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് 100 പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ടൂർ പോവുക പറഞ്ഞിട്ട് നടക്കില്ല. ഒറ്റ മൈൻഡ്, ആ ഒരു മൈൻഡിൽ നിങ്ങൾ പോവുക, എൻജോയ് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. വാൾപ്പാറ അപകടം പറ്റില്ല, ട്രാവലർ ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് അതിഗംഭീര ചർച്ച. ആ മോളിൽ നിന്നാണ് 13, അവിടെ നിങ്ങൾ താഴത്തേക്കാണ്. ഇതാ അവിടെ നിന്ന് അങ്ങനെ ഇതിലേക്കാണ് ആ ട്രാവലർ മലപ്പുറത്ത് തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇങ്ങോട്ട് വീണത്. ആള് ഓണടിച്ചു. അങ്ങനെ ഗൈസ്, വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തി. 40 ഹെയർ പിൻ ബെഞ്ച് അങ്ങനെ ഷംനാലക്കടി വണ്ടി ഓടിച്ച് താഴത്തേക്ക് എത്തി ഗൈസ്. എന്താ ചെയ്യുക? അങ്ങനെ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ മമ്മിയും കൂടി വാൾപ്പാറ പോയി. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് പോയി വന്നു കേട്ടോ. പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ഓടിക്കണമല്ലോ. എന്നെയാണ് കുറച്ചല്ല, അതിന് ആർക്കും വിശ്വാസമല്ല എങ്ങനെ ഓടിക്കുമെന്ന് അറിയില്ല പറഞ്ഞിട്ട്. അൻസിൽ പാവം മെല്ലെ ഓടിക്ക്, ധൃതി വെക്കണ്ട, സ്പീഡ് വേണ്ട, സാവധാനം മതി. മമ്മിയും അസിമോളും എല്ലാവർക്കും ഭയങ്കര പേടി. പക്ഷേ ഞാൻ വിചാരിച്ചതിലും അപ്പുറം പോയി വന്ന് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. പിന്നെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വീഡിയോ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ല. ഓരോ ദിവസം ചെയ്യുമ്പോഴേക്കും ഓരോരോ കാര്യങ്ങളുകൊണ്ട് അങ്ങനെ അവിടെ ഇട്ടു. അപ്പോൾ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ മുകളിലത്തെ വെള്ളം കാണുന്നില്ല അല്ലേ?
അയച്ചോ? ഫോട്ടോ ഒന്നും എടുക്കണ്ട, ഈ കണ്ണാടി ഇല്ലേ അതാടി പോണേ, അതാടി പറഞ്ഞ പോണേ. അതന്നെ ഇതാ പോണു. ഞാൻ ആനിറങ്ങിക്കണെന്നാ വിചാരിച്ചു. ഞാൻ അപ്പുറത്ത് കൂടെ ഗൈസ് ആന ഇറങ്ങി പണ്ട് ഇവിടെ ഭയങ്കര തിരക്കും ബഹളമൊക്കെയാണ്. ഞങ്ങളിവിടെ ഒരു ഭാഗത്ത് വണ്ടി നിർത്തി. എവിടേക്ക് ഇറങ്ങി എന്താ ഇറങ്ങി ഒന്നും അറിയുന്നില്ല കേട്ടോ. ആന വന്ന് ഗൈസ്, ഞങ്ങളൊന്നും കണ്ടു തിരക്ക് കണ്ടു. ഞങ്ങൾ ഇവിടെ മൂഞ്ചിയിട്ട് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ വരുമ്പോഴേക്കും ഒക്കെ പോയി കഴിഞ്ഞു ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ കാടും മലകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് എത്തി ഗൈസ്. ഇതാണ് അതിൻ്റെ കവാടം. അപ്പം നമ്മളിനി പൊള്ളാച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുന്ന കുഞ്ഞ വിശേഷങ്ങളാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാണാത്തവർക്ക് ഇതൊരു അത്ഭുതകരമായി തോന്നുന്നു. കണ്ടോരിക്കാം ഇപ്പം എന്താ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ ബൈ.